ആദ്യം നമുക്ക് നാട്ടുകാർ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. സംഭവം എന്താ വെച്ചാൽ രാവിലെ ഒരു 8:30യോടുകൂടി കാപ്പിത്തോട്ടത്തിലേക്ക് നമ്മുടെ മുന്നിലൂടെ കാപ്പി പറിക്കാൻ വേണ്ടി വന്നതാണ് ശ്രീ. അത് കഴിഞ്ഞ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ്, എനിക്കൊരു കോള് വരാണ്, ഇവിടെ എന്തോ ഒരു അത്യാവശ്യം ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെ പോകുമ്പോൾ സ്ഥലത്ത് തണ്ടർ ബോൾട്ട് സേനയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അന്വേഷിച്ച് പറഞ്ഞ് തണ്ടർ ബോൾട്ടിൻ്റെ നോർമൽ പെട്രോളിങ്ങിൻ്റെ ഇടയ്ക്ക് അവരൊരു ചെരുപ്പും ബ്ലഡ് സ്റ്റെയിനും കണ്ടതും അത് അന്വേഷിച്ച് അവരുടെ അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ബോഡി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. നമ്മൾ പോകുമ്പോൾ ബോഡി അവിടെ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു, വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. മുതുകിന് പുറകോട്ട് ഏകദേശം മുഴുവൻ ഭാഗം തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ സ്ത്രീയെ കാണാതായതിനെ തുടർന്നുള്ള തെരച്ചിലാണോ തണ്ടർ ബോൾട്ടുകൾ അങ്ങോട്ട് എത്തി? അല്ല, സ്ത്രീ കാണാതായതല്ല. തണ്ടർ ബോൾട്ടിന്റെ നോർമൽ പട്രോളിംഗ് ഇവിടെ നടക്കാറുണ്ട് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന്. അപ്പോൾ അവരുടെ നോർമൽ പട്രോളിങ്ങിലാണ് ഇത് കാണുന്നത്. അവർ ഉദ്യോഗസ്ഥരെയാണ് ആദ്യം അറിയിക്കുന്നത്. ഉദ്യോഗസ്ഥർ വഴിയാണ് നാട്ടുകാരെ നമ്മളിവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ തണ്ടർ ബോൾട്ടുകാർ ഈ മൃതദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പൂർണ്ണമായും ഭക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു. തീർച്ചയായും. പക്ഷെ അവർ പോകുന്ന സമയത്ത് കടുവയെ കണ്ടിട്ടില്ല. കടുവ അവിടെ ഇല്ലായിരുന്നു, പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ബ്ലഡൊക്കെ ഉറ്റി വീണ നിലയിലായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ കടുവ കടന്നു കളഞ്ഞിരിക്കണം. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഇവർ ജോലിക്ക് പോയ പ്രദേശത്ത് നിന്ന്, അതായത് കടുവ പിടികൂടിയ പ്രദേശത്ത് നിന്നും കാട്ടിലേക്ക്, അതായത് ഇപ്പോൾ നിലവിൽ മൃതദേഹം കണ്ട പ്രദേശത്തിലേക്ക് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും? ഇല്ല, ഇത് നമ്മുടെ പറമ്പിൽ തന്നെയാണ്, കാപ്പി തോട്ടമാണ്. അവിടെ നടവഴിയാണ്, പൊതുവഴിയല്ല നടവഴിയാണ്. ആ നടവഴിയിൽ നിന്നാണ് കടുവ പിടിക്കുന്നത്. അവിടെയാണ് ചെരുപ്പും മറ്റു അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാനുണ്ട്. അവിടെ നിന്നൊരു 150 മീറ്ററോളം കാട്ടിലോട്ട് വലിച്ചൊഴിച്ച് കൊണ്ടുപോയി നിലയിൽ.